ഹലോ എവരിവൺ, ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ ഒരു സ്റ്റഡി വ്ളോഗൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞൊരു റീക്യാപ്പാണ്. അതായത് 2024 എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണേ. ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുമ്പം എവിടെ പറഞ്ഞു തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഈ ഒരു ഇയർ എന്ന് പറയുന്നത് ഞാൻ കുറേ സാക്രിഫൈസ് ചെയ്തും ഒരു ട്രോമയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്ന ഒരു ഇയർ ആട്ടോ. കുറേ നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്, കുറേ മോശം കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ജേർണിയിൽ, ത്രൂ ഔട്ട് ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിഷമം അനുഭവിച്ച ഒരു ഇയർ ഇത് തന്നെ കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ UPSC പ്രിപ്പറേഷനിലും ഒരുപാട് കാര്യങ്ങളിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്നെ ചെയ്യാൻ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ച ഒരാൾ ഇപ്പം എൻ്റെ കൂടെ ഇല്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ മെയിനാക്കിയൊരു കാര്യം. ഈ വിട്ടുപോയി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ, റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ. നോർമലി എപ്പോഴും പോലെ കോളൊക്കെ വിളിച്ച് നാളെ കാണാട്ടോ അല്ലെങ്കിൽ നാളെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് പോയ ഒരാൾ ഇനി ഒരിക്കലും ഇല്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, നല്ല പെയിൻഫുള്ളാണ്. പിന്നെ എനിക്കറിയില്ല, അപ്പം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂട്യൂബിൽ വരുന്ന നെഗറ്റീവ് കോമെൻറ്റ്സ്. അത് ഒരുപാട് അറിയുന്ന ആളുകളാണ് കോമെൻറ്റ്സ് ഇടുന്നതെന്നൊക്കെ അറിയുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതൊരു പണിയായിട്ടെടുത്ത് ഇതിനു വേണ്ടി എഫോർട്ട് ഇട്ട് കോമെൻറ്റ്സ് ഇടുന്നവരും ഉണ്ട്. അവരെ ഞാൻ മൈൻഡ് ആക്കാറേ ഇല്ല, കാരണം അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. ആരോ എന്നെ അറിയാത്ത എവിടെയോ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പം അതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. അതുപോലെ ആയിരിക്കണം നിങ്ങളും. ആരും എന്തും പറഞ്ഞോട്ടെ, നമ്മളുടെ ജേർണിയിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അതെന്താ പ്രശ്നം എന്നറിയോ, ചില ആളുകൾക്കുണ്ടല്ലോ മറ്റുള്ളവർ നന്നായി അല്ലെങ്കിൽ അവരിതൊക്കെ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ അരി വേവത്തില്ല. അതാണൊരു പ്രോബ്ലം. അത് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരവരുടെ ജേണിയിൽ അങ്ങനെ അങ്ങ് പോയിക്കോളും, നമ്മുടെ ജേണിയിൽ നല്ലപോലെ അങ്ങ് പോവാം. ഞാൻ ഈ റിപ്ലൈ ടു കോമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് കോമെൻറ്റ്സിൻ്റെ ഇടയ്ക്ക് ഇടുമ്പോഴും അന്നതാരാ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി എന്തിനു വേണ്ടി ചെയ്യുന്നതെന്നും എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നും. അപ്പം കുറച്ച് കാര്യങ്ങൾ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി, കുറച്ചും കൂടെ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് വരാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ട് ഞാനത് അവരോട് കാണിച്ചൊന്നുമില്ല കേട്ടോ. അവരുടെ ഒരു ജോബല്ലേ, അവർക്ക് അതിൽ നിന്ന് സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ, നമ്മളായിട്ട് അത് ഇല്ലാതാക്കേണ്ട കാര്യമില്ലല്ലോ എന്നോർത്തിട്ട് മൈൻഡ് ചെയ്തില്ല. ഇതിലുണ്ടല്ലോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണെന്നറിയോ, ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നമ്മളുടെ ഇൻറ്റൻഷൻ എന്താണോ, നമ്മളുടെ ആഗ്രഹം എന്താണോ, ദാറ്റ് മീൻസ് ഗോള്, അതിനു വേണ്ടി നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക്. എൻ്റെ ലൈഫിൽ അതെനിക്ക് ഉറപ്പായിട്ട് കിട്ടും. അതുകൊണ്ട് ഇനി അവരത് പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനെയോ നിങ്ങളുടെ ഒരു ജേർണിനെയോ ഒന്നും അത് ബാധിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന നോട്ട്സ് ഉണ്ടല്ലോ, ഇതെൻ്റെ ഒരു 1 year ഹാർഡ് വർക്കാണ്. കാരണം എന്നറിയോ, ഞാൻ ഫസ്റ്റ് UPSC പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഡെയിലി കറണ്ട് അഫേഴ്സ് നോട്ട്സ് കീപ്പ് ചെയ്യായിരുന്നു. അത് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ RBI എക്സാമിനായിരുന്നു കേട്ടോ. RBI എക്സാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് റീസെൻ്റ്ലി എപ്പോഴും ഒരു ടെലിഗ്രാമിൽ വന്നൊരു കോമെൻറ്റ്സ് ആണ്, RBI എക്സാം എന്ന് പറഞ്ഞിട്ട് ഞാനിനി വീഡിയോ ചെയ്താലോ, ഞാൻ RBIയിൽ വർക്ക് ചെയ്യണുണ്ട് എന്ന് പറഞ്ഞാലോ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കോമെൻറ്റ്സ് അല്ല പേഴ്സണൽ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം ഉണ്ടെന്ന് പറയുമോ, ഞാനിപ്പം RBIയിൽ വർക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഈവൻ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഈവൻ എന്ത് ജോബും ആയിക്കോട്ടെ, അത് അവരെയൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണോ? എന്തിനാ അവർ ഇത്ര എഫേർട്ട് എടുക്കണേ അതിനൊക്കെ വേണ്ടിയിട്ട്? അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. 2024 ആണ് ഞാൻ UPSC റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ജാനുവരി തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അതെന്നെ കൊണ്ട് പറ്റിയില്ല. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് ഞാനൊരു 6 month ബ്രേക്ക് എടുത്തു. പിന്നെ ജോബിൽ നിന്നും കുറച്ച് ലീവ് എടുക്കേണ്ടതൊക്കെ വന്നു. അങ്ങനെ ലീവ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ആ റെസ്റ്റ് എടുക്കുന്ന ടൈമിലാണ് ഞാൻ ഇൻസ്റ്റയൊക്കെ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടും. വളരെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഞാൻ. അതായത് ഒട്ടും ഓർഗനൈസ്ഡ് ഒന്നും അല്ലായിരുന്നു. അതിലൊരു 1 month ഫുൾ റെസ്റ്റ് ആയിരുന്നേ. ആ ഒരു റെസ്റ്റ് ടൈമിൽ ഞാൻ
ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു കാര്യം മൊബൈൽ ഫോണായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ മോർണിംഗ് ടു ഈവനിങ് വരെ കുത്തിയിരുന്ന് ഓരോ സീരീസ് കാണും. നൈറ്റൊക്കെ, അതായത് ഇപ്പോൾ ഒരു സീരീസിൻ്റെ ഒരു 15 എപ്പിസോഡൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ 15th വരെ ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ കണ്ടിരിക്കുമായിരുന്നു. അതൊരു ഭയങ്കര അഡിക്ഷനായിട്ട് എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ എത്ര എന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും എനിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല. കുഞ്ഞായിട്ട് നോമോഫോമിയ എന്നൊക്കെ പറയാട്ടോ. അതായത് ഈ മൊബൈലിലുള്ള നമ്മളുടെ അമിതമായ ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ്. അതായത് ഈ ഫോൺ ഇല്ലാതെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൊണ്ട് നമ്മളെ എത്തിക്കും. അതിന് നമുക്ക് പുറത്ത് കിടക്കണമെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പാടാണ്. ഈവൻ എന്ത് ചെയ്താലും ഫോണില്ലാതെ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിച്ചേരും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഡെയിലി പ്രൊഡക്റ്റീവായി ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ മാറ്റണം. അതൊരു വലിയ രീതിയിൽ നമുക്കുണ്ടെങ്കിൽ ബാക്ക് ടു തിരിച്ചു വരാൻ നമ്മൾ എത്ര എഫോർട്ട് ഇട്ടാലും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതായത് നമ്മളുടെ ലൈഫിൽ ഒരു ചേഞ്ചും ഉണ്ടാക്കാത്ത ഒരു കാര്യവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയല്ലേ ബെറ്റർ. ഞാൻ കുറേ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു അഡിക്ഷനാക്കി എടുത്താലോ? അപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഫോൺ അഡിക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതപ്പം മാറ്റാൻ നോക്കണേ. ഇതെല്ലാം എടുത്തു വെച്ചപ്പോഴാണ് ഈ ഒരു നോട്ട്സ് കണ്ണിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വാജിറാമിൻ്റെ നോട്ട്സ് ആട്ടോ. ഇത് ഓരോ സബ്ജക്റ്റ് ബേസിലാണ്. ഇതെനിക്ക് ക്ലാസ് നോട്ടാണ്, അവരുടെ പേഴ്സണൽ നോട്ടാണ്. അപ്പോൾ ഇതവർ PDF ആയിട്ട് നമുക്ക് തരും. ഇത് ഫുള്ളും ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സബ്ജക്റ്റുകൾക്ക് എനിക്ക് എഫക്റ്റീവാണ് എന്ന് വെച്ചിട്ട് എനിക്ക് എഫക്റ്റീവാണെന്നും പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ആവില്ല. ചിലവർക്ക് കുറച്ച് വാസ്റ്റായിട്ട് ഒരു കാര്യങ്ങൾ പഠിക്കണമെന്നായിരിക്കും ആഗ്രഹം. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഷോർട്ടായിട്ട് പഠിച്ച് മോർ ടൈം അത് റിവൈസ് ചെയ്യുമ്പോഴാണ് എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടുക. പിന്നെ ചിലവർ എൻ്റെ ആക്സെൻറ്റ് ഭയങ്കര മോശമാണ്, ഞാൻ പറയുന്നൊന്നും അവർക്ക് മനസ്സിലാവണേ ഇല്ല എന്നൊക്കെ കോമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചിലവർ എനിക്കത് തിരുത്തി തരാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല പറയണ്ടേ, ഇങ്ങനെയാണ് പറയേണ്ടത്. പല കാര്യങ്ങളും യൂട്യൂബിൽ വന്ന് ഞാനൊരു ലാംഗ്വേജ് ക്ലാസ് ഒന്നും അല്ലല്ലോ എടുക്കുന്നത്. ഞാൻ എന്താണോ പറയണത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്, അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് മാത്രമേ ഞാനിവിടെ നോക്കിയിട്ടുള്ളൂ. ബട്ട് ആദ്യത്തെ 1-2 വീഡിയോ ഫസ്റ്റ് ടൈം യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പം നിങ്ങൾക്ക് എങ്ങനെ അത് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. അതിൽ ഈവൻ കുറച്ച് ഞാനൊരു പ്രൊഫഷണൽ രീതിയിലൊന്നും അല്ല യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണതും ഓരോ കാര്യങ്ങൾ പറയണതും. അപ്പം അതനുസരിച്ച് കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ അവരിങ്ങനെ പറയണതെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും UPSC കിട്ടില്ല, നീയൊക്കെയാണോ UPSC പഠിക്കണത്, മറ്റുള്ളവരെ പറ്റിക്കുവാണ്. എനിക്ക് വീഡിയോ ഒന്നും ഇട്ട് ആരെയും പറ്റിക്കേണ്ട ഒരാവശ്യമില്ല ഗേസ്. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണ്ടേ? വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇങ്ങനെ എല്ലാം കുറ്റമായി കാണുന്ന ആളുകളോട് അല്ലെങ്കിൽ അങ്ങനെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയേ വേണ്ട ഇനി അങ്ങോട്ട്. ദെൻ എനിക്കണം എന്തിനാ വെറുതെ കണ്ട് അതിൽ കോമൻറ്റ്സ് ഇട്ട് നിങ്ങളുടെ ടൈമൊക്കെ വേസ്റ്റ് ചെയ്യണ്ടേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്തെങ്കിലും എനിക്ക് ഒരുപാട് വലിയ കുഴപ്പങ്ങളുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഞാനൊരു ടെലിഗ്രാം ചാനലിലൂടെ വെച്ചിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് വന്ന് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ ആ മിസ്റ്റേക്ക് ഞാൻ വരാതെ നോക്കുന്നതായിരിക്കും. അതാണല്ലോ അല്ലേ പ്രോപ്പർ വേ. അല്ലാതെ പബ്ലിക്കായിട്ട് വന്നിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പല കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് പറയാൻ അറിയില്ലാത്തതുകൊണ്ടാണ്. ബട്ട് ഞാനത് ശ്രമിക്കുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ട്. ചെറിയ കുട്ടിയായിരുന്ന കാലം മുതലേ എനിക്ക് ആ ഒരു തപ്പലും കുഞ്ഞു പ്രൊനൗൺസ് ചെയ്യുന്ന രീതിക്ക് ഒരു ഡിഫിക്കൽട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. വെച്ചിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സ്പെല്ലിംഗ് എഴുതാൻ അറിയാൻ മേലാത്തൊരു കുട്ടിയൊന്നല്ല കേട്ടോ ഞാൻ. പിന്നെ ഒരുപാട് പേര് എൻ്റെ CA ജേർണിയെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്യും. എൻ്റെ ഇപ്പോഴത്തെ ഒരു ടൈമിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഞാനത് കൂടുതലും എഫേർട്ട് ഇട്ട് അതൊന്നും ചെയ്യാത്തത്. എങ്കിലും ഒരു ഷോർട്ടായിട്ട് ഒന്ന് പറഞ്ഞാൽ എവറി ഡേ വാസ് എ വാർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഞാൻ ഡെയിലി പഠിക്കുമ്പം എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് ഇതെന്നെക്കൊണ്ട് പറ്റുമോ, എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഞാൻ ഫെയിലാവുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു CAനെ എപ്പോഴും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പേടിയുണ്ടല്ലോ നമുക്ക് വരാനൊരു കാരണമുണ്ട്. നമ്മൾ CA പഠിക്കുന്ന ടൈമിൽ ഫൈനലൊക്കെ എഴുതുന്നത് ഒരുപാട് ഏജുള്ള ആളുകളായിരിക്കും കൂടുതലും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതെന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു തോട്ട് നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് ഇറ്റ് വാസ് ടഫ്. ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ ഹാർഡായിരുന്നു എനിക്ക് ആ ഒരു ജേർണി എന്ന് പറയുന്നത്. ബട്ട് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ. ഇതിൽ എന്നെ ജയിപ്പിച്ച അല്ലെങ്കിൽ എന്നെ പാസ്സാക്കിയ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഞാൻ എല്ലാ ഡേയും കറക്റ്റായിട്ട് പഠിക്കുമായിരുന്നു. എല്ലാ സബ്ജക്റ്റും ഒരു 1 hours എങ്കിലും വെച്ച് നോക്കുമായിരുന്നു. മോർ ടൈം റിവൈസ് ചെയ്യുമായിരുന്നു. റീഡ് റിവൈസ് റീഡ്, ഇത് തന്നെയായിരുന്നു ത്രൂ ഔട്ട് ഡേയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഇന്ന് ഞാൻ UPSCക്ക് വേണ്ടി പഠിക്കുമ്പോഴത്തേക്ക് ഡെയിലി മീറ്റ് ചെയ്യുന്ന ടാർഗറ്റ്
എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നാറുണ്ട്. CA പഠിക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഡെയിലി ഗോൾ എന്താണോ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ നല്ലപോലെ ടഫായിരുന്നു. ഇപ്പോഴത്തെ ഒരു ജേർണി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഡെയിലി ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം അത് കുറേ പേർക്ക് റിലേറ്റബിൾ അല്ലേ? കാരണം നിങ്ങളിപ്പോൾ ഒരു PSC എക്സാമിനോ ഇവൻ എന്തെങ്കിലും ഒരു എക്സാമിന് വേണ്ടി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ 1 മന്ത് വരെ ചിലപ്പം നമ്മൾ എഴുതി വെച്ച ഗോൾസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല, ശരിയല്ലേ? ആ സെയിം സിറ്റുവേഷനിലൂടെ ഇപ്പോഴും ഒരു പനിയൊക്കെ വന്നാൽ ഞാൻ കടന്നു പോകാറുണ്ട് കേട്ടോ. ബട്ട് അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പിന്നെ UPSC ആയിട്ടൊരു ഡിഫറൻറ്റ് എന്തെന്ന് ചോദിച്ചാൽ ആ ഒരു ജേർണിയിൽ എന്താണ് എനിക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ വ്യക്തമാക്കി തരുമായിരുന്നു. വ്യക്തമായിട്ട് അവർക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, UPSCക്കും സിലബസ് ഉണ്ട്. എങ്കിൽ കൂടി കുറച്ചും കൂടെ നമുക്ക് ജെന്യുവിനായിട്ട് അത് തന്നെ ഫോക്കസ് ചെയ്താൽ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊരു ട്രസ്റ്റ് ഉണ്ട്. UPSCക്ക് അത് ഇല്ല എന്നല്ല, ബട്ട് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. പല വീഡിയോസ് കാണുമ്പം പല ടോപ്പേഴ്സ് യൂസ് ചെയ്യണ കാണുമ്പം അത് ഞാൻ പഠിച്ചാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ കുറേ ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. ബട്ട് CAയുടെ കാര്യത്തിൽ ജേർണി ഭയങ്കര ടഫാണെങ്കിലും നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്താൽ എടുക്കാൻ പറ്റുന്ന ഒരു എക്സാമും കൂടെ ആട്ടോ. ഈ CA ഒക്കെ പഠിക്കുന്നവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഇൻട്രൊക്കെ എഴുതിയിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അവരൊന്നും ഒട്ടും വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മളുടെ ജേർണിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി, ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ കിട്ടിയ ഒരുപാട് പേരെ എനിക്കറിയാം. എപ്പോഴും നമ്മളുടെ ജേർണി, നമ്മളുടെ ഡ്രീം എന്താണോ അതിൽ നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഒരു മെയിൻ സ്ട്രഗിൾ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ ജയിച്ചാലുണ്ടല്ലോ എന്താണെങ്കിലും എന്തിനാണോ പഠിക്കുന്നത് അത് ക്ലിയർ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ 2025 പഠിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവർ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അതോ ഇനി തുടങ്ങണ്ടയോ എന്നൊക്കെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങളുടെ ഗോൾ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അതിൽ വ്യക്തമായ ഒരു പിക്ചർ വെക്കുക. എന്നിട്ട് അതിനു വേണ്ടി ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യുക. ആ ഹാർഡ് വർക്ക് തുടങ്ങുന്ന ടൈം ഉണ്ടല്ലോ നല്ല ടഫായിരിക്കും കേട്ടോ. ബട്ട് അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയുണ്ടല്ലോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഒരുപാട് ടൈം പോയി ഇനി എനിക്ക് പഠിക്കാൻ പറ്റൂ എന്നൊക്കെ തിങ്ക് ചെയ്യുന്നവരും കുറേ പേരില്ലേ? എനിക്ക് നോർമലി കമൻറ്റ്സ് വരാറുണ്ട്, മെസ്സേജ് വരാറുണ്ട്. അവരും ഈ തിങ്ക് ചെയ്യുന്ന ടൈം പോരെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ജേർണലിങ്ങിനെ കുറിച്ചിട്ടും ടു ഡു ലിസ്റ്റ് എഴുതുന്നതിനെ കുറിച്ചിട്ടും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. UPSC റിലേറ്റഡ് വീഡിയോസ് ചെയ്യുമോ ചോദിക്കാറുണ്ട് നിങ്ങൾ. ടോപ്പേഴ്സൊക്കെ വളരെ കൃത്യമായി അവരുടെ സ്ട്രാറ്റജി പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ വന്നിട്ട് ഫെയിലായ എൻ്റെ സ്ട്രാറ്റജി പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കൂടുതലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തത്. സക്സസ് ആയ ഒരു സ്ട്രാറ്റജി അല്ലേ നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. പിന്നെ പ്രിലിംസൊക്കെ വേണമെങ്കിൽ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്ത കുറച്ച് സ്ട്രാറ്റജിയൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഉണ്ടല്ലോ ചില സമയത്ത് ഞാൻ നല്ല ബേൺ ഔട്ട് ആവും, ജേർണിയിൽ നിന്ന് മാറി തിങ്ക് ചെയ്യാറൊക്കെയുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നിങ്ങൾ ഓരോരുത്തരും അയക്കുന്ന കുറേ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഉണ്ടല്ലോ, മുന്നോട്ട് പഠിക്കാനുള്ള ഒരു എനർജിയും മോട്ടിവേഷനും ഒക്കെ എനിക്ക് തരുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. താങ്ക് യു സോ മച്ച് ഓൾ. പലരുടെയും ഒരുപാട് കോമൻറ്റ്സ് ഞാൻ കാണാറുണ്ട്, ഞാൻ റിപ്ലൈ തരണം എന്നെനിക്കറിയാം. ബട്ട് എൻ്റെ ടൈമിൻ്റെ കുറേ പ്രോബ്ലംസ് കൊണ്ടാണ് ഞാൻ തരാത്തത്. നിങ്ങൾക്ക് ഒരുപാട് അർജൻറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ടെലിഗ്രാമിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം. അഗെയിൻ താങ്ക് യു സോ മച്ച് ഓൾ. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതിന് മുകളിൽ ഒരു സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തന്നതിന്. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ബട്ട് ഇഷ്ടമാണെങ്കിൽ ഓരോരുത്തരും ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഒരു ഇഷ്ടമാണ്, പ്രയോറിറ്റിയാണ്. പറഞ്ഞ പോലെ എല്ലാവരും പഠിക്കുക, അവനവൻ്റെ ജേർണിയിൽ സ്ട്രോങ് ആയി കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുക. അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ്.